അല്ല റാഷിദ് എപ്പോഴാ മുറ്റടിച്ചു വരുന്നേ? അങ്ങനെ ഗായ്സ് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. തിഷബിബി ഇതാ വാലൊക്കെ എഴുതി, കണ്ണിന് വാലൊക്കെ എഴുതി ചുന്ദരി കുട്ടിയായിട്ട് നിക്കണേ. ഇതെന്താ ഇതെന്താ അടിക്ക പ്ലേറ്റ് അവിടെ വെച്ച എന്റെ തള്ള വിളമ്പി തരും പറഞ്ഞു തൊലിച്ചാണ്. ഒരു കീറിയ ട്രൗസർ ഇട്ട് കണ്ടോനെ അവിടെ കല്ല് ചെറുക്കന്മാരൊന്നേ പറഞ്ഞ കേക്കൂല. അടിയാട് പൊട്ടായിട്ടാണ്. അങ്ങനെ ഗായ്സ് അപ്പൊ ഗായ്സ് എന്താണ് റാഷിദ ചായക്കടി? പൊറോട്ട. കനോള് നീച്ചത് 11 മണി പറഞ്ഞാം. ഇവിടെ ഗായ്സ് ചായക്കടി ഇന്ന് ഹോട്ടലിൽ നിന്ന് കൊണ്ടെൻ്റെ അവസ്ഥ ഇന്ന് എന്തേ സത്യല്ലേ ഞാൻ പറഞ്ഞേ? ആ പിന്നെത്താ കുട്ടിയാണ് ഉഷാറടി. നാല് കുട്ടികളേക്ക് ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കണ്ടേ. ഞാൻ ഒരു ദിവസം നോക്കിയിട്ട് എനിക്ക് അറിയേണ്ട അവസ്ഥ ആലോചിച്ചൂടാ. മൂന്നെണ്ണുള്ളൂ ഏറ്റവും ചീറ്റിലിനെ കൊണ്ടുപോയി ചെയ്തേക്കണല്ലേ. അതില് അതും ഉണ്ടല്ലേ ആയിക്കൂടെ സമ്മതിച്ച് കണ്ടായിരുന്നെ. എനിക്കൊരു അവാർഡ് ആയിരുന്നു, ഒരു ട്രോഫി. തന്നെ അയച്ചാ തീരുമാനിച്ചാൽ എമ്മച്ചക്ക് പുതിയായിട്ട് കൊണ്ടുവന്നല്ലേ. ഞാൻ കത്തിയെടുത്ത് അങ്ങനെ കുട്ടിന്റെ അടിക്കൂടെ പോണേ. അന്യന്റെ തളരുമ്പോഴും ഞാനേ നല്ലോണം മേത്തിയെടുത്താക്കാനായിക്കണം. നിങ്ങളോട് ഞാൻ പറഞ്ഞു കത്രിക ഈ സാധനങ്ങൾ കുട്ടികളുടെ അടുത്ത് കൂടെ എന്താണ് വല്ല പ്ലാന്? കട്ടാവും. നമുക്ക് ആ ഇബ്രാഹിം ഉണ്ട് ബാക്കില്, ഉമ്മച്ചുണ്ട്. എന്നോട് ആടണ്ടെന്ന് ഞാൻ ഔദ ഒരു വട്ടം പറഞ്ഞു. ആരെങ്കിലും ആ പിന്നെ എന്ത് ചിക്കൻ കറി റെഡിയായോ? അപ്പൊ ഗൈസ് പൊറോട്ടയും ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. എന്നാ ചായ ഉൾപ്പടി. പൊറോട്ട നല്ല കഴിക്കണ്ടോ, കല്യാണം ഉണ്ട്. എന്തേ വേണ്ടേ? എനിക്ക് പറ്റില്ലല്ലോ. ചൂട് പാലിക്കാൻ ഇടാൻ പാടില്ല. അത് ആടിക്കോട്ടെ. അവിടെ ശ്രദ്ധിച്ചാൽ മതി. എന്നോട് ഞാൻ ആടണ്ടെന്ന് പറഞ്ഞില്ലടാ, പറഞ്ഞില്ലേ? കുഞ്ഞോളെങ്ങാനും വരുത്താക്കിയാണല്ലോ ഓക്കെ ഏറണേ വേദന. ഓക്കെ ഇഷ്ടമല്ലാത്താണ് വേദന. എനിക്കറിയേ അതിനാണ് ശ്രദ്ധിക്കാനത് അവൻ ആടുന്നത്. ഇപ്പം മതിയായ എനിക്ക് ആര് ആര്
ഇതാ തീരുമാനിച്ചത് സൂപ്പർ. നിങ്ങൾക്ക് ചായ അല്ല കേട്ടോ, ചായ അല്ല കേട്ടോ നിങ്ങൾക്ക് കോഫി. ഓവർ മധുരമായിട്ടുണ്ടോ? ഓവർ മധുരമായിട്ടുണ്ടോ? കോഫി ഒന്നുമില്ല, ചായ സാധാ ചായ കുടിച്ച്. പൊറോട്ടൻ്റെ ഒപ്പം കിട്ടി കറിയല്ലേ, അത് വേണമെന്നില്ല. എല്ലാവർക്കും ഉണ്ടാവും. കുറച്ച് നീട്ടി കറി വേറെ പാത്രത്തിക്കാണ് എടുക്കണത്. എനിക്കെന്നെ എടുക്കണോ? മിക്സ് ചെയ്തോളാം അല്ലേ, വേണ്ടല്ലേ, ഒക്കെ പാട് രസം പോവും. നായ്ക്കൊന്നും എടുക്കില്ലാതെ. ബീഫ് കറി ചിക്കനോ അത് വേറൊരു പാത്രത്തിൽ കഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞിട്ടാണ് രസമല്ലേ, ഇത് കുഞ്ഞോളുണ്ടാക്കിയാണ്. മറ്റൊരു വെള്ളം മാത്രം ഉണ്ടായി. പൊറോട്ട എത്രക്ക് വാങ്ങി? 10 എവിടുന്നാണ്? എവിടുന്നാണ്? ഒന്ന് ചായ എടുത്തേ, ഓന് വിളിച്ചണ്ടേ ബനെ. അപ്പോൾ ഗായ്സ് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, നല്ല കോഫി ഉണ്ട്, ഹോർലിക്സ്. ഇതെന്താണ്? ഇത് ഇബ്രാഹിം ഉണ്ടാക്കിയ സ്പെഷ്യൽ ഹോർലിക്സ് ആണ്. കുടിക്കാതിരിക്കണം നല്ലത്. ഞങ്ങളെ വലിയ കുട്ടികൾക്കുള്ള സാധനം അല്ലേ? അല്ല ബ്രോ തന്നെ കുട്ടികൾക്കുള്ള ചായ ഒക്കെ പണം. അവർക്ക് ഹോർലിക്സ് ഒക്കെ ഒരു കൊടുക്കാം. അബ്രോന് കിട്ടിയില്ല ചായ മതിയോ? അങ്ങനെ ഗായ്സ് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. തിഷ ബേബി ഇതാ വാലൊക്കെ എഴുതി, കണ്ണിന് വാലൊക്കെ എഴുതി ചുന്ദരി കുട്ടിയായിട്ട് നിൽക്കണേ. ഇതെല്ലാവരും ഒരു കളറാട്ടോ, അതായത് നമ്മളെ വീടിന്റെ ചുമരും ഇതെല്ലാം ഡ്രസ്സും. ടിഷ ബേബി തൊപ്പി നോക്ക വലിയ പൊളിച്ചെങ്ങാണ്ടേ, ഹലവിയിലൊക്കെ ഉള്ള ചെരുപ്പിട്ടാണ്ടേ, ഹലവിയിലല്ല എന്താണ് ഇതിന് പറയാ, ഹീൽസ് ഒക്കെ ഉള്ള ചെരുപ്പിട്ടാണ്ടേ. വണ്ടിന്റെ അങ്ങനെ എന്താ പറയില്ലേ, അബ്രു പോരില്ലേ? എന്നാ അവിടെ നിന്നോ, ചിലപ്പോ നെയ്ച്ചോറയിക്കാരം എന്താണെങ്കിലും തിന്നേണ്ടി വരും, മനസ്സിലായോ? അവിടെ അങ്ങനെ വൃത്തി കോഴിക്കൾ കൊത്തിണ മാതിരി ഇങ്ങനെ തിന്നിട്ടാലേ നല്ലോണം കിട്ടും ചെറുതെന്ന് പറഞ്ഞുതരാം കേട്ടോ. കല്യാണ കൂടിയാണ്, വർത്താനം ഉണ്ടാവില്ല, പൊട്ടലേക്കാരം. അല്ലെ ഇവിടെ നിന്നോ കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് വരും. എന്ത് അപ്പൊ ഗായ്സ് അങ്ങനെ ഞങ്ങളെ കല്യാണക്കുടിക്ക് പോകട്ടോ. അപ്പൊ സദ്യ എന്ന് പറയണുണ്ടോ വെച്ചാൽ ഞങ്ങൾ പറയണതാണ്, ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഞങ്ങൾ പറയല്. കാറിന് ചായ എടുത്തടി. പക്ഷേ എന്ത് പക്ഷേ അനക്ക് ആ ഷൂന് വേറെ സാധനം ഇട്ട് നിൽക്കണല്ലോ, വേറൊരു സാധനം അതിൻ്റെ ഉള്ളിൽ ഇട്ട് നിൽക്കണല്ലോ, പിന്നെ എന്തിനാ പക്ഷേ നന്നാ നിൽക്കണ്ട. നോനക്ക് അങ്ങനെയൊക്കെ മതി, ചളിയൊക്കെ ഉപ്പായത്തില് അതൊക്കെ കാലും മടിച്ച് തിരുമ്പിയാ മതി. കറ കല്ലുമ്മട്ട് ഒരടിയാല് കുപ്പായം കീറുകയെന്നല്ലാതെ കറ പോകില്ല. കറ അയോടെ കീറും. കുപ്പായം നേരിക്കണം ഇബ്രാഹിം അടങ്ങിക്കണം കേട്ടോ. എന്ത് ഷൂ എവിടെ അവിടെ? ആ
ആരെൻ്റെ പോക്കറ്റിൽ കൊണ്ടുവന്ന് വൈപ്പ് വലിട്ടിങ്ങനെ എന്തിന് ഇങ്ങനെ ആകെ നനഞ്ഞ മാതിരിക്കാറ്. അപ്പൊ കഴിച്ച് ഞാൻ ഷൂ ഇട്ടാണ്ടേ പോവല്ലെന്നാ ടിഷാപ്പു റെഡി അല്ലേ പോവല്ലേ ടിഷുമാ ടിഷുമാ ഞാൻ അത് വലിച്ചൂരല്ലേ അവള് തന്നെ തമ്പുരാട്ടിയാളെ മാതിരി തൊപ്പിയൊക്കെ ഇട്ടുകാണ്ട് അടങ്ങൾ ഷൂ ഇട്ടോ യാവതും പോരുന്നില്ല പിന്നെയും പോരുന്നുണ്ടോ സദ്യ ഉണ്ടെങ്കിൽ പോരാറുണ്ട് ആ അതൊക്കെ അവിടെ നോട്ടെ അതിന് പൊട്ടി തട്ടണം ഇട്ടോ പോവല്ലേ ഞങ്ങളെ അങ്ങനെ ഗൈസ് ഞങ്ങൾ കല്യാണക്കുടിയിൽ എത്തിയിട്ടുണ്ട് അല്ലേ അപ്പൊ കല്യാണം നമ്മളെ ഈ ഓഡിറ്റോറിയത്തിലാട്ട് നടക്കണത് പോയോക്കല്ലെന്നാ പള്ളറച്ച് തിന്നോണ്ടിട്ടടാ ഇബ്രാൻ ഔദാൻ ആ നാളെ ഉടുപ്പി പോയപ്പോഴേ സദ്യക്ക് എത്രയാണ് 150 ഉറുപ്പ്യാണ് ആ അപ്പൊ പള്ളറച്ച് തിന്നോണ്ടി വെറുതെ ഇട്ടണ സദ്യ ഓക്കെ ഔദാൻ മതിയാക്കാൻ ചള്ള അടിച്ചത് പൊട്ടിക്കും എങ്ങനെയുണ്ട് സദ്യ എങ്ങനെയുണ്ട് അതിന് തിന്ന് നോക്കിയോ തിന്നിട്ടില്ലല്ലോ ഉള്ളല്ലേ കുഞ്ഞോൾ ഹാപ്പി ആയില്ലേ ടീച്ചനെ ആ അതുകൊണ്ട് പിന്നെ പേടിച്ചാൽ കുറച്ച് കൊടുത്താൽ മതിട്ടാ ചോറ് കുറച്ച് ആ മതി ഓനക്കും അതേപോലെ കൊടുത്താൽ അത് ഞാൻ എൻ്റെ ഇട്ടിട്ട് കുറച്ച് അതിന് എടുത്തു കൊടുത്താൽ മതി അല്ല ജിബ്രാൻ ജി എന്താ ഉപ്പേരി ഒന്നും വാങ്ങിയില്ല ഉപ്പേരി ഒന്നും വാങ്ങിയില്ല ജി ഇതൊന്നും വേണ്ടാറ് അച്ചാറൊക്കെ അച്ചാറൊന്നും ആ എരി എങ്ങനെയുണ്ട് സദ്യ എങ്ങനെയുണ്ട് അതിന് തിന്ന് നോക്കിയോ തിന്നിട്ടില്ലല്ലോ ഉള്ളല്ലേ കുഞ്ഞോൾ ഹാപ്പി ആയില്ലേ ടീച്ചനെ ആ അതുകൊണ്ട് പിന്നെ പേടിച്ചാൽ കുറച്ച് കൊടുത്താൽ മതിട്ടാ ചോറ് കുറച്ച് ആ മതി ഓനക്കും അതേപോലെ കൊടുത്താൽ മതി അത് ഞാൻ എൻ്റെ ഇട്ടിട്ട് കുറച്ച് അതിന് എടുത്തു കൊടുത്താൽ മതി അല്ല ജിബ്രാൻ ജി എന്താ ഉപ്പേരി ഒന്നും വാങ്ങിയില്ല ഉപ്പേരി ഒന്നും വാങ്ങിയില്ല ജി ഇതൊന്നും വേണ്ടാറ് അച്ചാറൊക്കെ അച്ചാറൊന്നും ആ എരി ഇതെന്താ ഇതെന്താ അടിക്ക എനിക്കാണ് രസം വെൽക്കം കൊടുക്കട്ടോടാ അബ്രോ രസം വേണോ വലിയ കെട്ടി എടഞ്ച് ചെറുക്കന് കുറച്ച് രസം കൊടുത്താ ആ കൈയല്ല വലത്തെ കൈ ചോർന്ന് കൈ ആ ഇല്ല കുടിച്ചേ മറ്റൊരു കൊടുക്കും ഷെറാ അബ്രു നിനക്കൊരു കയ്യിലൂടെ കടിക്കാം ഇങ്ങോട്ട് പാരടാ നമ്മളെ വേണ്ടപ്പെട്ടവരെ കല്യാണ ഓക്കെ അല്ലേ ഇതിപ്പോ ബലം വിളിച്ച് നഷ്ടല്ലേ
ആ ഒന്നിനെ ആരോ കൊണ്ടുപോയി മറ്റേ പേരില്ല. അങ്ങനെ അപ്പൊ ഇന്നത്തെ കല്യാണം കഴിഞ്ഞു അല്ലേ? സെറ്റല്ലേ? ഷറായില്ലേ? റാഹത്തായില്ലേ? ജിബ്രാൻ കുട്ടിനെ വല്ല എടുത്തോണ്ടല്ലേ? ജിബ്രാൻ സദ്യ ഇഷ്ടപ്പെട്ടോ? സൂപ്പറായില്ലേ? പായസൊക്കെ കുടിച്ചില്ലേ? 2 അബ്രോ ഇജ്ജ് സദ്യ ഉണ്ടെങ്കിൽ വരാറുണ്ട്. എന്നിട്ട് സദ്യ കിട്ടിയപ്പോ എനിക്ക് സദ്യ തിന്നാൻ വേണ്ടല്ലേ? എനിക്ക് ഞാൻ വലിയ മനസ്സുള്ള ഒരാളാണല്ലോ ചേച്ചി. പിന്നെന്തേന്നു ആ കൂട്ടുകാരി ഉണ്ടല്ലോ, അതൊന്നും പറ്റിയിട്ടില്ല. പോയൊക്കെ പോട്ടെ ഗായ്സ്. വളർച്ച ചോറ് നിൽക്കണ ഗായ്സ്, ഗായ്സ്. അങ്ങനെ ഗായ്സ് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. അപ്പം ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇബ്രു ഇല്ലേന്. അപ്പം ഇബ്രുവിന് എന്തെങ്കിലും കൊടുക്കണ്ട എഴുതിയിട്ട് ഞങ്ങൾ കുറച്ച് ചോറൊക്കെ വാങ്ങി പോന്നതാണ്. ഇബ്രുവിന് വെറും ചോറ്. അതെന്തേ? സദ്യ ബിരിയാണി സദ്യയാണ്. എനിക്ക് അടുത്തണ്ട അത് വിളമ്പി തരും. ഇബ്രു അങ്ങനെ ഒറ്റക്ക് മുണുങ്ങാന്നില്ല ചിന്ത വേണ്ട. എനിക്ക് അതിന്റെ തള്ളൻ വിളമ്പി തരും. അത് പൊട്ടിച്ചണ്ട ഇവിടെ മറ്റേ പ്ലേറ്റ് അവിടെ വെച്ച എന്റെ തള്ള വിളമ്പി തരും പറഞ്ഞു. ഇജ്ജെടുത്ത് ഒളിച്ചാണ് ഇത് അന്നെ വിളിച്ചാലേ പോരായിട്ടല്ലേ? ആ വിളമ്പി കൊടുത്തടി. ഓയ്ക്ക് കൊടുക്കണ്ട. അപ്പൊ ഗായ്സ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബ്രുവിന്റെയും ഇബ്രുവിന്റെയും നൊലോളിയാണ്. ഇവർ ഇങ്ങനെയാണ്, നല്ല കുട്ടികളാണ്, പക്ഷെ ഇങ്ങനെ കരയും. അവർ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു നോക്കൂ. സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കൊടുക്കൂ. സബ്സ്ക്രൈബേഴ്സ് അബ്രുവിന് പറഞ്ഞു കൊടുത്ത സബ്സ്ക്രൈബേഴ്സ്. പിന്നെ അബ്രുവിനെ കുപ്പായിട്ടില്ല, അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാത്തത്. വീഡിയോയിൽ എടുക്കണമെങ്കിൽ കുപ്പായിട്ട് ഇട്ട് കാണുന്ന ചോദിച്ചോ. കുപ്പായിട്ടോ ആ മറ്റേത് നിങ്ങളെന്ന് ഒലോചന എടുക്കാൻ പറ്റൂലേ കുപ്പായ. അല്ലാതെ അപ്പൊ അങ്ങനെ അതെ അതാണ് കിട്ടണ്ടേ. കുപ്പായം വലിച്ചത് വെറുതെ കച്ചറയും കൂടിയാണ്ടേ. അതാണ് നാനി അത് കടന്ന ജിബ്രാൻ നടന്ന നടക്ക്. വണ്ടിയാളെ ഇരുന്നുണ്ട്. ജിബ്ബനെ കൊണ്ടേക്കോ, അവനെ ഞാൻ കൊണ്ടുവരാം. കുട്ടി നടന്നാണ് അങ്ങനെ നടന്നാണ് കുട്ടി. കുട്ടി നടക്കുവോ? അങ്ങനെ നടക്കുവോ? പറ്റി പറഞ്ഞു കേൾക്കുവോ? കേൾക്കുവോ? ആ അടിച്ചോ? അങ്ങോട്ട് തിരിഞ്ഞിന്ന പറ്റിൻ്റെ കുട്ടി ഞാൻ പറഞ്ഞു കേൾക്കുവോ? 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 ആട്ടെ നാട്ടെ നടക്കാണ്ട്. ആ കണ്ണ് കുത്തിയാലേ നടക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നടക്ക് ആ വടിക്കാടട്ട ഒരു കീറിയ ട്രൗസർ ഇട്ട് കണ്ടോനെ. അവിടെ ആ കല്ല് എൻ്റെ ഡയലോഗ് ഇങ്ങോട്ട് വേണ്ട ഇറങ്ങണേ. ഇറങ്ങിപ്പോലെ ആരും വന്നിക്കണേ. ചെറുക്കന്മാരൊന്നേ പറഞ്ഞ കേൾക്കൂല. അടിയടി പൊട്ടായിട്ടാണേ. ഞാനെന്താ അറിയോ, പാവല്ലേ തല്ലണ്ട് ഇങ്ങനെ നിക്കണേ ഗൈസ്. കാച്ചണ്ടല്ലോ പാവം തോന്നിച്ചെന്നെ അതിനെ തല്ല. അങ്ങനെ ഗൈസ് അങ്ങനെ നമ്മുടെ കുഞ്ഞിമോളിതാ നമ്മുടെ ടിഷു ബേബിക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. ടിഷു ബേബി കിഴങ്ങാണ് ഇന്നത്തെ ഫുഡ്. കിഴങ്ങ് സ്പെഷ്യലാ. കിഴങ്ങ് പുഴുങ്ങിയാണ്ട് ഉപ്പിട്ടുങ്ങാണ്ട് അരച്ചു വെക്കുക. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങ്, ക്യാരറ്റ്, നല്ലതാണ് സംഭവം. പൊടിന്റിലാരൊക്കെ ഇഷ്ടം
കുറുക്കിൻ്റെ ഇഷ്ടം ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. ഉപ്പ് ടേസ്റ്റ് ആണ് ഇഷ്ടം. സാൾട്ട് ആൻഡ് പെപ്പറാ? മുട്ടായി ഒന്നും തിന്നൂലല്ലോ. ഇതാവുമ്പോ ഇഷ്ടാണ് കിഴങ്ങ് അല്ലേ. കണ്ണാണ് വിറ്റോളത് ഹൈലൈറ്റ്. വാലി വാലൊക്കെ ഇട്ടിച്ചു എന്തിരിയാ കുഞ്ഞി വലിയ കുട്ടിയായാലേ. കണ്ണിങ്ങനെ മേലൊക്കെ നോക്കുമ്പോഴാണ് വാല് കാണല്ലേ. അതിന് ഇട്ടുകൊടുക്കാൻ എന്തൊക്കെയാ കാട്ടി ഇട്ടുകൊടുത്തിക്കണത് അറിയോ? അയക്കൂല. എന്റെ നേരെ കാക്കൂ കുയിന്തട്ടി ഉറങ്ങി വന്നു. സംഗതി ചക്കൻ കുയിന്തട്ടിയാണ്ടേ നല്ലപോലെയൊക്കെ കഴിഞ്ഞിപ്പോ ഉറങ്ങിട്ടോ. എന്തായാലും ഈ ഉറക്കപ്പിരാന്തുണ്ടായാൽ തന്നെ ബല അടങ്ങി നിൽക്കൂലേ ലബ്രോ അല്ലേ? ഉറങ്ങിക്കോ. ഇറങ്ങണില്ലേ? ഡാ ചെളുമ്പേ ചെളുമ്പ് ചക്ക ചെളു ചക്ക. മഞ്ചാടി ബേബി 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 മഞ്ചാടിയാണ് മണ്ണ് ചാടി. എന്റെ കാക്കാളെ മെയിൻ ഹോബി അതാ മണ്ണിൽ കളിച്ചാന്നുള്ളത്. അല്ല റാഷിദ് എപ്പോഴാ മുറ്റടിച്ചു വരുന്നേ? അടിച്ചു വരുന്നുണ്ടല്ലോ. എല്ലാരും രാവിലെ ഒരു 6 മണിയാകുമ്പോ നീച്ചാണ്ട് മുറ്റടിച്ചു വരുന്നു. അതോ കൊണ്ടുപോയി വെച്ചതാണ്. അതോനവിടെ കൊണ്ടുപോയി അതിനെ എപ്പ അടിച്ചോയിട്ടും കാര്യമില്ല. പറിച്ചോണ്ടരും നിങ്ങളെ മക്കള് ഓരോ പുല്ലും വയ്ക്കൂല വൃത്തിയാക്കിയാലും. ഉറങ്ങിയ കുഞ്ഞൽതാ നീച്ചിക്കണേരാ. എങ്ങട്ട് അതിന് ഓളെ നമ്മളവിടെ വിരുന്നാ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണേ ഇജ്ജെന്ന് ആലോചിച്ചിട്ട്. എന്നാ പോയിക്കോ. അവിടെ ആരുമില്ല. എവിടുക്ക പോയിക്കണത്? അല്ലോ എവിടുക്ക പോയിക്കണത്? ഇതാവുതന്നെ തന്നെ ചെന്ന് നല്ലൊരു അടി അടിച്ചിക്കണെന്നുള്ളതേ ന്യൂസ് ഇവിടെ കിട്ടിയിരിക്കണം കേട്ടോ. അതിനൊരു ഊരി എനിക്ക് നല്ലോണം ഉണ്ട്. അസിയാക്കാന്റെ പീടിക്കൊന്ന് കൊണ്ടുപോയി കണ്ടവനില്ല. ഇല്ലല്ല ആരുമില്ല. ഞാൻ ഇറങ്ങിക്കോ. പൊട്ടിച്ചുണ്ടേ ഇറങ്ങിക്കോ. ഓനെ പറഞ്ഞ ചാനക്ക് തറവാട്ടിക്ക് പോണോ? പോയിക്കോ തറവാട്ടിക്കോ പോയി കൊടുത്ത ഓനെ കൊണ്ട് പോയിക്കാ. ഇന്ന് ക്ലോസ് ചെയ്യണം. പറയും ഇങ്ങനെ പിന്നാലെ നടന്നു കണ്ട്
പൂച്ച കയറണതല്ലേ നമുക്ക് തെറ്റാണ്. ഓക്കെ ഇല്ല ക്ലീൻ ആക്കാം. ഇന്ന് ഞാൻ വന്നാൽ ക്ലീൻ ആക്കി തരും. ഒന്നുമില്ല അവിടെ നോട്ടെ അറിയിക്കടാ വണ്ടി വന്നിറങ്ങിക്ക. അല്ല റാഷിദ് ഇവൻ എന്താ പറഞ്ഞ കേക്കണില്ല ഇവന്. എന്നിട്ടോ പറഞ്ഞേക്കാത്ത ഇവന് ഇതുവരെ ഒത്തു കയറാനായിട്ടില്ല. പുറത്ത് കളിച്ചാണോ? ഏ എന്നാ കഴിച്ചോ. കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് തന്നെ കേക്ക് ഉണ്ടാക്കാൻ കഴിയോ? ഇതുണ്ടോ മുട്ട പണിയുണ്ടോ? ബുഗ് ഞാൻ വിട്ടാ ബുഗ് ഞാൻ വിടും ഞാൻ വിടും ഞാൻ വിടും ഞാൻ വിടും ഞാൻ വിടും. ആ അത് കൊണ്ട അത് ഞാൻ എൻ്റെ അടുത്തുനിന്ന് വാങ്ങുപോയി. വടി വേറെയും കിട്ടും എനിക്ക്. പക്ഷെ അതുകൊണ്ട് കിട്ടുന്ന ഒരു വേദന വേറെ തന്നെ ഈ കാലം. ചിള്ളിയാണ് ചിള്ളി പറഞ്ഞ വടിയാണ്. ആ കൊണ്ട ഇങ്ങോട്ട് കൊണ്ട എല്ലാം ക്യാമറ ഓഫാക്കി മൊബൈൽ കുഞ്ഞോളെടുത്ത് കൊടുത്താലല്ലേ തരുള്ളൂ അല്ലേ? കണ്ടോളിട്ടഞ്ഞ് എടുക്ക്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. തന്നെ തല്ലാൻ പറ്റുമോ? ഒരാളെ തല്ലറ എന്താ ഉഷാറ്. ഇന്നലെ അന്നെ തല്ലാൻ പോയപ്പോ ഔദനുണ്ട് അവിടുന്ന് അടുക്കളയിൽ നിന്ന് പാഞ്ഞു വരുന്നു. പറഞ്ഞോ വരുന്നുണ്ട് എന്നൊക്കെ പറയാണ്ട് പാഞ്ഞിനെ അവിടുന്ന് വടി പൊട്ടിക്കാൻ. മാറുന്ന മാറിക്കും മുണ്ടല്ലേ അത് തുറന്നാ ഇതൊന്ന് പിടിച്ച. അല്ല ഇബ്രാഹിം ആ കുട്ടികളെ ഒളിപ്പിച്ചപ്പോ എനിക്ക് സമാധാനമായില്ലേ? ആയില്ല എനിക്ക്. ആ കുട്ടി ഔദനൊക്കെ എജ്ജാന്ന് പറഞ്ഞ അടിയും കിട്ടി ലാസ്റ്റ് ഒളിച്ച് ചോരയും വന്ന് കടന്നുറങ്ങി. റോട്ടിക്കൊക്കെ പാഞ്ഞു പോയി നല്ലോണം പൊട്ടിച്ച് ഉറങ്ങാൻ പോ. ഉറങ്ങിപ്പോ നല്ല ഒളിച്ചാണ്. എത്ര നേരം അറിയാൻ ഒളിച്ച്. അപ്പൊ ഇജ്ജത്തിനാണ് ഈ കുട്ടികളുണ്ടാകുമ്പോ ഈ തറവാട്ട് കൊലത്തിറങ്ങാൻ പോകാനൊക്കെ. അങ്ങോട്ടും പോയാ എന്നിട്ട് അവിടുന്ന് പുളിങ്ങൾ വന്നു അവിടെ എല്ലായിരുന്നു. എന്നിട്ട് സോൾക്കാക്കുണ്ടാവും പറഞ്ഞപ്പോ പോയപ്പോ സിഞ്ചുമാമ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സിഞ്ചുമാമ പറഞ്ഞു ഇമ്മമ്മ ഉണ്ടാക്കും പുളി കാന്താരി മുളക് പറിച്ചു. പോയോ തലമുറക്ക് പോയപ്പോ ഇല്ല പോകാൻ ഞങ്ങളൊരു സാധനം ഉണ്ടാക്കി പറഞ്ഞു. ചിരട്ടെ അവര് ആരോ ഉണ്ടാക്കി കൊടുത്തപ്പ ചിരട്ട ഭാഗം മുറിച്ചാണ്ട് അത് താഴ്ത്തി വെച്ചിട്ട് അവള് എന്തിനുണ്ടാക്കുക അതിനെടുത്ത് പൊരിച്ച്. ആ ഞങ്ങൾ അവിടെ കഴിച്ചിരുന്നു സമൂസ ഉണ്ടാക്കി.